വിശ്വനാഥ് ആൻഡ് സൺസ് നമ്മുടെ സൂര്യ മൂവി കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഇനി ഈ പടം ഭയങ്കര വർക്കായി. ചിലർക്കൊക്കെ വർക്കാവോ ഇല്ലേ എന്നുള്ള എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ചിലരൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നൊരു ലാർജർ ദാൻ റിയൽ ലൈഫ് ഇടി അടി സാധനങ്ങളൊന്നും ഈ സൂര്യ ക്യാരക്ടറിന്, ഇതിനകത്തുള്ള സൂര്യ ക്യാരക്ടറിനില്ല. ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ എൻ്റർടൈനർ എന്ന് പറയുന്ന കാറ്റഗറിയിൽപ്പെട്ട നല്ല നറേഷനും നല്ല സ്റ്റോറി ടെല്ലിങ്ങും അടിപൊളി ആക്ടിങ്ങും ഒക്കെ ഉള്ള ഔട്ട് ആൻഡ് ഔട്ട്, എന്താ പറയുക, ഒരു സൂര്യ പടം കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയ ഒരു മനസമാധാനവും സന്തോഷമൊക്കെ ഉണ്ടല്ലോ. അത് കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ പടത്തിൽ നിന്ന് കിട്ടിയത്. വിശ്വനാഥൻ സൺസ് എന്നുള്ള പേരിന് പോലും ഒരു കൃത്യമായ മീനിങ് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും. വിശ്വനാഥ് ആൻഡ് സൺസ്, ഈ സൺസ് എന്നുള്ളിടത്താണ് സൂര്യയുടെ ക്യാരക്ടറും പിന്നെ സൂര്യയ്ക്കൊരു കുട്ടിയുണ്ട്. അങ്ങനെ പടം തുടങ്ങുമ്പോൾ തന്നെ ആദ്യം സൂര്യയുടെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യും, കൂട്ടത്തിൽ സൂര്യയുടെ അച്ഛൻ വിശ്വനാഥൻ്റെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അമ്മ രാധികയുടെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. ആൻഡ് ഇതിൽ നമ്മളെല്ലാ കുറേ അധികം പടത്തിലൊക്കെ കണ്ടുവന്നൊരു ലൈനുണ്ട്. ഒരു 10-40 വയസ്സായ ഒരു മകൻ കല്യാണം കഴിക്കാതിരിക്കുമ്പോഴുള്ള അമ്മയുടെ പ്രശ്നങ്ങളും അങ്ങനെ ആ സാധനങ്ങൾ അവിടെ ബിൽഡപ്പ് ആവുന്നു. ഫസ്റ്റ് ഹാഫിൽ മമിത ബൈജു വരുന്ന സ്ഥലത്ത്, മമിത ബൈജുവിൻ്റെ ക്യാരക്ടർ മാഡി വരുന്ന സ്ഥലത്ത് മോനെ ഈ പടത്തിൻ്റെ ടോണ് തന്നെ മാറി. ടോണ് മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, അതുവരെ പടം ഒരു ഓക്കെ ആയിട്ട് പോയിരുന്ന സാധനം മമിത ബൈജു വന്ന് ഫസ്റ്റ് ഹാഫിൻ്റെ ഇന്റർവെൽ സീൻ ആയപ്പോഴത്തേക്ക് ഭയങ്കര രസമായി. കാരണം ആ കോംബോ ഭയങ്കര രസം. ഈ ഗജനി സിനിമയിൽ നമ്മൾ അസിനും സൂര്യയും തമ്മിലുള്ള ഒരു കോംബോ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തല്ലോ. ഇത് അതൊക്കെ അത്ര വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാൽ മോശമല്ല, അതിൻ്റെ അത്രയും നല്ല എന്നാലും മോശമല്ല, ഭയങ്കര രസം. അമിതാഭ് ബൈജു തകർത്തു. ആ ക്യാരക്ടർ എങ്ങനെയാണോ വേണ്ടത് ആ ക്യാരക്ടറിന് അവർ രക്ഷയിൽ അതിൽ പെർഫോം ചെയ്തു. ടുവേർഡ്സ് ദ എൻഡ് പടം ഒരു വളരെ നല്ല ഗുഡ് നോട്ടിൽ, അല്ലേ, വളരെ പോസിറ്റീവായ വളരെ ഗുഡ് നോട്ടിൽ കൊണ്ടുവന്ന് പടം എൻഡ് ചെയ്തു. എനിക്ക് വർത്ത് വാച്ചിങ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഞാൻ കുറച്ച് കാലമായിട്ട് സൂര്യ പടങ്ങൾക്ക് എനിക്ക് അത്ര വർക്കല്ല കുറേ പടങ്ങൾ. ഇപ്പോൾ ലാസ്റ്റ് ഇറങ്ങിയ പടം അടക്കം എനിക്ക് വർക്കല്ല. ബട്ട് ദിസ് വൺ ഇത് കൊള്ളാം. കാരണം ഇതിനകത്ത് എന്താ പറയുക, ഇതിനകത്ത് നമുക്ക് ആ ഒരു ഫീൽ ഗുഡ് എലമെന്റ് ഉണ്ട്. ഫീൽ ഗുഡിന് വേണ്ടി എടുത്ത പടത്തിൽ ഫീൽ ഗുഡ് എലമെന്റ് വളരെ വൃത്തിക്ക് വർക്കൗട്ട് ആയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. സോ നല്ലൊരു സൂര്യ പടം, വലിയ എന്താ പറയുക ഗിമിക്കുകളില്ലാതെ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണണം എന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട്, അല്ലേ, ഷുവർ ഷോട്ടായിട്ട് നിങ്ങൾക്ക് നല്ല എൻ്റർടൈൻമെൻറ്റോട് കൂടി കയറി കാണാൻ പറ്റുന്ന ഒരു നല്ല പടം.